സത്യപ്രതിജ്ഞാ സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുഴുവനായും KSRTCയെ കരകയറ്റാൻ പറ്റിയില്ലെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന പോലെ KSRTCയെ ഇപ്പോൾ ദാരിദ്ര്യത്തിന്റെ കുഴിയിൽ നിന്ന് കരകയറ്റാൻ ശ്രമിക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചിരുന്നു. ഏതായാലും ചേട്ടൻ സ്ഥാനത്തുള്ള മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണങ്ങളെല്ലാം ഉടച്ചു വാർക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ. ആന്റണി രാജുവിനെ ചേട്ടൻ എന്നാണ് വിളിക്കുന്നതെന്നും മുൻ ഗതാഗത മന്ത്രിയുമായി ഒരു പ്രശ്നവുമില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത് കുറച്ചു ദിവസം മുൻപാണ്. എന്നാൽ എന്ന് വിളിക്കുന്ന മുൻഗാമിയുടെ തീരുമാനങ്ങളെല്ലാം പിൻഗാമിക്ക് തിരുത്താനാണ് താല്പര്യം. KSRTC ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറയുമ്പോൾ ഈ നയം ഇനി തുടരില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. 1 കോടി രൂപ മുടക്കി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിന് പകരം ആ പണത്തിന് 4 ചെറിയ ഡീസൽ വാഹനങ്ങൾ വാങ്ങാം. ഇലക്ട്രിക് ബസ് വാങ്ങുന്നതിനെ ഇനി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. KSRTC യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിക്കുകയെന്ന് KB ഗണേഷ് കുമാർ. KSRTCയിൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും മന്ത്രി വ്യക്തമാക്കി. യൂണിയനുകളുമായി പ്രത്യേക ചർച്ച നടത്തുമെന്നും സ്റ്റോക്ക്, അക്കൗണ്ട് പർച്ചേസ് എന്നിവയ്ക്കായി പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTC അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്യും. സിസ്റ്റമില്ലാത്ത KSRTCയിൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരും. ഗണേഷിന്റെ നയപ്രഖ്യാപനമാണ് ഫലത്തിൽ നടക്കുന്നത്. ഷെഡ്യൂൾ പരിഷ്കരണം അടക്കം നടത്തുമെന്നാണ് പറയുന്നത്. വൈദ്യുതി ബസ്സിന് പുതിയ മന്ത്രി എതിരാണെന്ന് വ്യക്തം. കൂടാതെ KSRTCയിൽ ബസ് ബുക്ക് ചെയ്ത് നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കാത്തു നിൽക്കുകയാണ് പതിവ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള വണ്ടി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമ്പോൾ അതിലെ കണ്ടക്ടർ നമ്മളെ വിളിച്ച് പറയും വണ്ടി പുറപ്പെട്ടു എന്നുള്ളത്. അതിനിടയിൽ നമുക്കും തിരിച്ചു വിളിച്ച് അന്വേഷിക്കാം. പക്ഷേ വിളിച്ചു ചോദിച്ചാൽ മാത്രമേ ബസ് എവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. അതിനിടയിൽ കണ്ടക്ടറുടെ ഫോൺ ബിസി ആവുക അല്ലെങ്കിൽ റേഞ്ച് കട്ടായി കഴിഞ്ഞാൽ വീണ്ടും കോൾ കണക്റ്റഡ് ആകുന്നത് വരെ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കണം. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് യാത്രക്കാർക്കും മറ്റുള്ളവർക്കും. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും മാറ്റങ്ങളുമായി എത്തുകയാണ് ഗണേഷ് കുമാർ. KSRTC ബസ്സുകളുടെ ലൊക്കേഷൻ അറിയാൻ വേറീസ് മൈ KSRTC എന്നൊരു മൊബൈൽ ആപ്പ് വികസിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ബസ്സുകളിലുള്ള GPS സേവനത്തെ ഏകോപിപ്പിക്കാൻ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം തുടങ്ങും. KSRTCയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറും കൊണ്ടുവരും. KSRTC പമ്പുകൾ ലാഭത്തിലാണ് പോകുന്നത്. സ്വിഫ്റ്റ് കമ്പനി ലാഭത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ചർച്ചയിൽ CITU, INTUC, BMS യൂണിയനുകൾ നേതാക്കൾ എല്ലാവരും പങ്കെടുത്തു. KSRTC തനത് ഫണ്ട് കണ്ടെത്തുന്നത് ചർച്ചയായെന്നും സിറ്റി സർക്കിൾ ഉൾപ്പെടെ നഷ്ടത്തിലോടുന്ന റൂട്ടുകളിൽ മാറ്റം വരുത്തുമെന്നും ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രി വ്യക്തമാക്കി. ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും യൂണിയൻ ഭാരവാഹികളും അറിയിച്ചു. വൈദ്യുതി ബസ്സിന് ദീർഘദൂര സർവീസുകളില്ലെന്നാണ് ഗണേഷിന്റെ നിലപാട്. വൈദ്യുതി ബസ്സിന് 1 കോടി രൂപയ്ക്ക് അടുത്താണ് വില. ആ പണത്തിന് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാം. വൈദ്യുതി ബസ് 10 രൂപ ടിക്കറ്റിൽ മുൻപിൽ പോകുമ്പോൾ ഡീസൽ അടിക്കുന്ന KSRTC വേറൊരു നിരക്കിൽ പിന്നാലെയുണ്ട്. അതിന് പിന്നിൽ സ്വകാര്യ ബസ്സുമുണ്ട്. വൈദ്യുതി ബസ് എല്ലാവരുടെയും വയറ്റത്തടിച്ചു. ഓട്ടോറിക്ഷക്കാരുടെയും വയറ്റത്തടിച്ചു. ഓട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണ്. ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഇനി വൈദ്യുതി ബസ്സുകൾ വാങ്ങുന്നതിനോട് യോജിപ്പില്ല, അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗണേഷ് കുമാർ വിശദീകരിച്ചു. ബസ് വാങ്ങിയാൽ കേന്ദ്ര ഫണ്ട് വാങ്ങും. എന്നാൽ അങ്ങനെ കേന്ദ്ര ഫണ്ട് വാങ്ങി നശിപ്പിക്കുക സർക്കാരിന്റെ ലക്ഷ്യമല്ല. അതിന് താൻ ഉണ്ടാകില്ലെന്നും ഗണേഷ് പറഞ്ഞു.